ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങളോടെന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. ഇന്നത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താ തരുന്നത്? ഓക്കെ, ടെൻ ഓഫ് വാൻഡ്സ്, ചാരിയറ്റ് ആൻഡ് ഓക്കെ, വാവ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഒന്നാമത്തെ കാര്യം, യെസ്, ഓക്കെ, വെരി ഗുഡ്. കരിയറിലായിരിക്കാം, ജോലിയുടെ കാര്യത്തിലായിരിക്കാം, സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലായിരിക്കാം, ലൈഫിൽ ലൈക്ക് നിങ്ങളുടെ ചില ബേർഡൻസ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. ഇതിങ്ങനെ തന്നെ വെക്കാം. ആക്ച്വലി നിങ്ങളുടെ ബേർഡനുകൾ എൻഡ് ആവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ബേർഡൻ എന്ന് പറയുമ്പോൾ അത് ഫൈനാൻഷ്യൽ ബേർഡൻ ആയിരിക്കാം. കുറച്ച് പേർക്ക്, എല്ലാവർക്കും അവിടെ നിർബന്ധമില്ല. കുറച്ച് പേർക്ക് അത് ഫൈനാൻഷ്യൽ ആയിരിക്കാം, കുറച്ച് പേർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ലൈഫിൽ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കും. ബട്ട് ഫൈനാൻസ് ആണ് കൂടുതൽ എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾക്കൊരു നല്ലൊരു ജോലിയുടെ ഓഫർ കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് അബണ്ടൻസ് കൊണ്ടുവരും എന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻസ്, മെൻ്റൽ ടെൻഷൻസ്, ഓക്കെ, നിങ്ങൾ ക്യാരി ചെയ്തിരുന്ന ഒരു ബേർഡൻ, മേ ബി അതെന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കൊണ്ടു നടന്ന ഒരു ഭാരം എന്ന് പറയില്ലേ നമ്മൾ, ഒരു ഭാരം, അത് ഇറക്കി വെക്കാനുള്ള സമയമായി എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിനുവേണ്ടി യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്തോ തരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും വരുന്നതായിരിക്കാം. ഓക്കെ, ആ ഗിഫ്റ്റ് കിട്ടുമ്പോൾ മേ ബി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യം, ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ സ്റ്റെബിലിറ്റി, നല്ലൊരു സ്റ്റേബിൾ ആയിട്ടൊരു ജോബ്. ഓക്കെ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ലൈക്ക് നിങ്ങളുടെ ടെൻഷൻ ഒന്ന് ഒഴിയും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. നിങ്ങളെ കുറച്ച് ടെൻഷൻ ഒന്ന് ഒഴിയും, നിങ്ങളുടെ ഭാരം ഒന്ന് കുറയും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മേ ബി കടം എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ലോണിൻ്റെയോ കാര്യങ്ങളോ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ച് കാലം ഒന്ന് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ മേലെ മേ ബി പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, കുട്ടികളുടെ സ്കൂൾ, അങ്ങനെ ഇങ്ങനെ ലൈക്ക് ഒരുപാട് ലൈക്ക് ബാധ്യതകൾ. ഓക്കെ, ബാധ്യതകൾ, ഇപ്പം നിങ്ങൾ സിംഗിൾസോ വല്ലവരൊക്കെ ആണെങ്കിലും നിങ്ങളുടെ മേ ബി ഫാമിലിയുടെ അച്ഛനമ്മമാരുടെ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. നിങ്ങളത് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, കാരണം ഇവിടെ ഒരു എംപററാണ്. സോ നിങ്ങളുടെ മേലെ കുറച്ച് ഭാരം ഉണ്ടായിരുന്നു. ഓക്കെ, അതെല്ലാം ഒന്ന് മാറി വരാനാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റുന്ന തരത്തിൽ, ഓക്കെ, അത്രയ്ക്കുള്ള ഒരു പണം ഏണിങ് വരുന്ന രീതിയിൽ, ചിലപ്പോൾ ഒരു പുതിയ ജോലി കിട്ടിയിട്ട് അതിൽ നിന്നുള്ള ഏണിങ് ആയിരിക്കാം, അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം എന്താ പറയുക, ബിസിനസ്സോ കാര്യങ്ങളിലോ എന്ത് തന്നെയായാലും, ഓക്കെ, നിങ്ങൾക്കൊരു ഗ്രോത്ത് കാണുന്നതായിട്ട് കാണുന്ന എനിക്ക്. അത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് നല്ല രീതിക്ക്, ഫാമിലിയൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനും എല്ലാം സാധിക്കും. ഓക്കെ, അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇവിടെ. ഓക്കെ, ഇന്നത്തെ എനർജിയിൽ തന്നെ കാണുന്നുണ്ട്. സോ മേ ബി ഇന്നത്തെ ദിവസം മേ ബി നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഇന്ന് കിട്ടുന്ന ദിവസമായിരിക്കാം, അങ്ങനെയായിരിക്കാം. ഓക്കെ, എന്തായാലും ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു മുന്നോട്ടൊരു മൂവ്മെന്റ് ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു മാറ്റം, ഒരു ചേഞ്ച് വരുന്ന പോലെ. ഓക്കെ, നിങ്ങൾ പക്ഷെ ഇട്ട എഫേർട്ടിന് റിസൾട്ടായിട്ടാണ്, അങ്ങനെ എടുക്കാം. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഇത് തരുവാണ്. നിങ്ങൾ ഐ തിങ്ക് നിങ്ങളെ അവനവനെ ബാലൻസ്ഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് ഇതും ആക്ച്വലി കുറച്ചൊക്കെ ബാലൻസിന്റെ കാര്യം പറയാം, ഇതിലും പറയാം. സോ ഒരു തരത്തിൽ നോക്കുമ്പോൾ ആക്ച്വലി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിലും 7 ആണ്, ഇതിലും 7 ആണ് നമ്പർ. ഓക്കെ, ഇവിടെ 7 ഓൾറെഡി ഉണ്ട്. ഇത് 16 ആണ് ഇവിടെ, അല്ലേ? സോ ഇതിലും ഒരു 7 ഉണ്ട്, ഇതിലും 7 ഉണ്ട്. സോ നമുക്ക് ജനറലി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു തീരുമാനം, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു മുന്നോട്ടൊരു മൂവ്മെന്റ് എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. സോ അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സ് ലൈക്ക് ഒരു ഭാഗത്തേക്ക് ഫിക്സ് ആക്കി വെച്ച് നിങ്ങളൊരു ഗോൾ തീരുമാനിച്ച് അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ലൈക്ക് ഓൾറെഡി നിങ്ങൾക്കിപ്പോൾ ലൈഫിൽ സപ്പോസ് നിങ്ങളുടെ ബേർഡൻസിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ദാറ്റ് നിങ്ങൾ അവനവൻ്റെ മൈൻഡിനെ നിങ്ങൾ ഫോക്കസിൽ കൊണ്ടുവരിക. ഓക്കെ, എന്നിട്ട് തീരുമാനിക്കുക. ഓക്കെ, എനിക്ക് ഇന്ന കാര്യമാണ് വേണ്ടത്, എനിക്ക് ഇന്ന കാര്യമാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എഫർട്ട് ഇടാൻ തുടങ്ങാം. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് തീർച്ചയായിട്ടും വരും. ഇവിടെ കുറച്ച് പേർക്ക് പ്രൊമോഷൻ ആയിരിക്കാം. ഓക്കെ, ജോലി ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ കിട്ടും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ലൈക്ക് ബേർഡൻ നിങ്ങളുടെ മേലെ ഇതുവരെ ഉണ്ടായിരുന്നത് എല്ലാം ഒന്ന് നിങ്ങൾ റിലാക്സ് ആവാൻ പോകുന്ന പോലെയാണ്. ഓക്കെ, ഫാമിലിയായിട്ട് നല്ല ഹാപ്പി ടൈംസ് എന്ന രീതിയിൽ എല്ലാം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും അവർക്ക് വേണ്ടതൊക്കെ. ഓക്കെ, മേ ബി യാത്രകൾ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തന്നെ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇനി ഒന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എല്ലാം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ്. ഓക്കെ, അങ്ങനെയും പറയാം. ലൈഫിൽ മൂവ്മെന്റ് പറയാം, ലൈഫ് മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മേ ബി അതിന് വേണ്ടി ഒരു മാറ്റം കുറച്ച് പേർക്ക് അങ്ങനെയും പറയാം. ഓക്കെ, മേ ബി നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം. എന്തായാലും ഒരു പ്രൊമോഷനൊക്കെ കിട്ടുന്ന പോലെയാണ്. നല്ലൊരു സീനിയർ പൊസിഷൻ കിട്ടുന്നതായിരിക്കാം. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ഉള്ള റോള് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയായാലും ഒരു
നിങ്ങൾക്ക് നല്ലതാണ് വരാൻ പോകുന്നത്. ഓക്കെ, ഒരു ഗ്രോത്ത് ആണ് നിങ്ങളുടെ, പ്രത്യേകിച്ച് കരിയറിൻ്റെ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്ന, കരിയർ അല്ലെങ്കിൽ മണി വൈസ്, ഓക്കെ, ഫൈനാൻഷ്യൽ വൈസ് എന്ന് പറയാം. ഓക്കെ, കരിയർ മീൻസ് ബിസിനസ്സോ എന്തോ ആവാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഫൈനാൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും, ആരെങ്കിലും ഹെൽപ്പ്. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി എന്തെങ്കിലും നമ്മുടെ ഇൻഹെറിറ്റൻസ് കിട്ടില്ലേ, നമ്മുടെ എന്താ പറയുക, അച്ഛൻ്റെ അടുത്തുനിന്നോ അമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കിട്ടാനുള്ള നമ്മുടെ എന്താ പറയുക സ്വത്ത്, അങ്ങനത്തെ എന്തെങ്കിലും ഭാഗം വെച്ച് കിട്ടുക. കുറച്ച് പേർക്ക് അങ്ങനെയും കൂടി പോസിബിലിറ്റി ആണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വല്ലതും കിട്ടുന്നത്. അപ്പോൾ അതും നിങ്ങൾക്കൊരു സഹായമാവും അല്ലേ, നിങ്ങളുടെ ലൈഫിൽ അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ട് അത് വന്നു എന്നിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾ ഹെൽപ്പായിരിക്കാം, അങ്ങനെയും പറയാം കേട്ടോ. ഓക്കെ, സോ ഓക്കെ, ഓവറോൾ നമുക്ക് കുറച്ച് ഗൈഡൻസ് കൂടി നോക്കാം. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ബിഷപ്പ് ഓൺ സ്റ്റാർ, നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നു. യെസ്, ഓക്കെ, പ്രോസസ് കിസ്, വെരി ഗുഡ്. And a merry motive, very good. Okay, birds of a feather and opening to discovery. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നടക്കാൻ പോകുന്നു എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹം എന്ന് യൂണിവേഴ്സിനോട് പറയുക. ഓക്കെ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുക. ഓക്കെ, യൂണിവേഴ്സിനോട് പറയുക, നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക, അത് നടക്കും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് നീണ്ട കാലമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. റോസസ് കിസിൻ്റെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് വരുമെന്ന് എടുത്തോളൂ. ഓക്കെ, ഒരു ലൈക്ക് പൂവ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്നതോ, ഓക്കെ, അങ്ങനെ ഒരു ലൈക്ക് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഇവിടെ മെറി മോട്ടീവ് ഉണ്ട്. സോ ലൈക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ഓക്കെ, അത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുമെന്ന് പറയാം. ഓക്കെ, ആ രീതിക്ക് ഇവിടെ ഫീൽ അഗെയിൻ വിഷിൻ്റെ കാര്യമാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. വിഷിൻ്റെ ഒരു രണ്ട് ഓക്കെ, വിഷസ് നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് വെക്കാം. ഓക്കെ, അത് നടന്നു കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ബേർഡ്സ് ഓഫ് എ ഫെദർ എന്ന് പറയുന്നുണ്ട്. ബേർഡ്സ് ഓഫ് ഫെദർ എന്ന് പറഞ്ഞാൽ എന്താ, ലൈക്ക് നമ്മൾ ഒരേപോലെ ചിന്തിക്കുന്ന വ്യക്തികൾ. ഓക്കെ, അതായത് ചിന്താഗതികൾ സെയിം ഉള്ളത്, അല്ലെങ്കിൽ ഒരേ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, അങ്ങനെ നിങ്ങൾക്ക് ഹെൽപ്പായിട്ട് ആരെങ്കിലും വരാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, ഒരേ മൈൻഡ് സെറ്റ്, ഒരേപോലത്തെ ചിന്തകളുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ ഗ്രൂപ്പൊക്കെ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയാണ്. സോ അതൊക്കെ നിങ്ങളെ മുന്നോട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ ഓപ്പണിംഗ് ടു ഡിസ്കവറി ഉണ്ട്. നിങ്ങളോട് പറയുന്നത് എന്തും ശ്രമിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഓക്കെ, എന്ത് വന്നാലും അതിന് നേരിടാൻ നിങ്ങൾ തയ്യാറാവുക. എല്ലാം ഒരു ഇതായിട്ട് എടുക്കാം, നിങ്ങൾ എന്താ പറയുക, നമ്മൾ അഡ്വഞ്ചർ ആയിട്ട് എടുക്കാം. ഓക്കെ, എന്തും ഇപ്പോൾ പ്രശ്നങ്ങൾ വന്നാൽ പോലും അതിനെ അഡ്വഞ്ചർ ആയിട്ട് കാണാം. ഓക്കെ, ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാതെ, ഓക്കെ, അതിനെ മറികടക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കൂടുതൽ പഠിക്കും, നമ്മൾ മനസ്സിലാക്കുകയൊക്കെ അല്ലേ ചെയ്യുന്നത്. സോ എല്ലാം ഒരു അഡ്വഞ്ചർ ആയിട്ട് എടുക്കും. ഓക്കെ, ആൻഡ് ഇവിടെ നമ്പേഴ്സ് ഇവിടെ 39, 9, 20, 25, 34 ഒക്കെ നിങ്ങളുടെ ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ റിലേറ്റഡ് ആയിരിക്കാം, എന്തെങ്കിലും ഡേറ്റ് നമ്പേഴ്സുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം. 39 എന്ന് പറയുമ്പോൾ 10, 12, ഓക്കെ, 12 അല്ലേ, ഇപ്പോൾ 12, സോ 3 ആവാം. 9 and 20, അപ്പോൾ ഇവിടെ 2 ഉണ്ട്, 7 വന്നു വീണ്ടും. ഓക്കെ, വീണ്ടും ഒരു 7 ഉണ്ട്. സോ ലക്ക് എവിടെയോ വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തേക്ക്. ഓക്കെ, 7 നമുക്ക് ലക്കി നമ്പർ ആയിട്ടൊക്കെ എടുക്കാം. ഓക്കെ, ഇതും 7 ആണ്. ഓക്കെ, ഇതും 7 ഉണ്ട്, ഇതും 7 ഉണ്ട്. ഓൾറെഡി നമുക്ക് നേരത്തെ 2 7 വന്നിരുന്നു. സോ 7 നിങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ ലക്ക് എന്ന രീതിക്ക് എടുക്കാം നമുക്ക് വേണമെങ്കിൽ. അതും ഫൈനാൻഷ്യൽ ലക്ക് തന്നെയാണ് അല്ലേ, നമ്മൾ അതിനാണ് നമ്മൾ 7 എടുക്കാറ് സാധാരണ. സോ ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അഡ്വൈസ്. ഇന്നത്തെ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ഇന്ന് നല്ലത് വരട്ടെ, എല്ലാവർക്കും ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. എന്തോ യൂണിവേഴ്സിന് ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ഫീൽ ചെയ്യും, ഉറപ്പാണ്. ഓക്കെ, അത് അങ്ങനെ തന്നെ എടുക്കുക നിങ്ങൾ. യെസ്, ഐ എം റെഡി ടു റിസീവ് ദ ബ്ലെസ്സിങ് എന്ന് പറയും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.